വെൽക്കം ബാക്ക് ടു ജമംബീഡ്. ഞങ്ങൾ ആക്ച്വലി മാർച്ച് 2025 സ്വിറ്റ്സർലാൻഡിലെ റൈൻ ഫോൾസിൽ പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഞങ്ങളുടെ പ്ലേസിൽ നിന്ന് കുറച്ചും കൂടെ നിയർ ആണ്. ഒരു 1 day പോലെ പോയിട്ട് വരാവുന്ന ഒരു പ്ലേസ് ആണ്. സോ ഇടയ്ക്ക് പോവാറുണ്ട്. ഫ്രണ്ട്സൊക്കെ വരുമ്പോഴും നമുക്ക് സ്ഥിരം കാണിക്കാനുള്ള സ്പോട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സ്പോട്ടാണ് ഞങ്ങളുടെ റൈൻ ഫോൾസ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ജേർണിനെ പറ്റിയിട്ടും അവിടുത്തെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും, ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ഹൈബ്രോന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ട്രെയിനിൽ കയറലും ട്രെയിനിൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ള ജസ്റ്റ് ഉള്ളൊരു വ്യൂ ആണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ കുറച്ച് ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ കൂടെ ആക്ച്വലി പ്രവീൺ ആൻഡ് അനു, അജിയുടെ ഫ്രണ്ട്സ്, അവർ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. ആക്ച്വലി അനു കാരണമാണ് ഞങ്ങൾ മാർച്ച് 2025 പോകാൻ തന്നെ മെയിൻ റീസൺ ഉണ്ടായത്. അനുവിന് അതായത് റൈൻ ഫോൾസ് കാണാമെന്ന് വിചാരിച്ചിട്ട്. ഞങ്ങളതിന് മുന്നേ ഞങ്ങളുടെ ഫ്രണ്ട് മിഥുൻ വന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. കാരണം ആ സമയത്ത് കണ്ടതും മാർച്ചിൽ കണ്ടതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ആക്ച്വലി ഞാൻ ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക മാർച്ചിൽ വരാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം മാർച്ചിൽ ഇറ്റ് വാസ് ലൈക്ക് എൻറ്റയർലി ഡിഫറെൻറ്റ് റൈൻ ഫോൾസ് നിങ്ങൾ കാണാം. നമ്മൾ മറ്റ് സമയത്ത് പോണതും ഇപ്പോൾ പോണതും രണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോണ സമയത്ത് നമ്മളെപ്പോഴും എന്താ പറയുക, പ്ലാൻ ചെയ്ത് മേ ബി വൺസ് ഒക്കെ നമ്മുടെ ലൈഫിൽ തന്നെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് എപ്പോഴും നല്ല പെർഫെക്റ്റ് ടൈം നോക്കിയിട്ട് വേണം വരാനായിട്ട്. സോ മാർച്ച് നന്നല്ല എന്നല്ല പറയണത്, ബട്ട് ആ റൈൻ ഫോൾസിൻ്റെ ബ്യൂട്ടി അത് നിങ്ങൾക്ക് ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ബോട്ടിങ് അങ്ങനത്തെ ഒരു ഇതും ഉണ്ടാവില്ല. അപ്പോൾ ബോട്ടിങ് അങ്ങനത്തെ ഒക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് വിസിറ്റ് സം അതർ ടൈം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് ട്രെയിന്, ബിക്കോസ് ഞങ്ങളുടെ പ്ലേസിൽ നിന്ന് ഡയറക്റ്റ് എന്താ പറയുക അങ്ങോട്ടുള്ള ഒരു ട്രെയിൻ ഇല്ല. അപ്പോൾ നമ്മൾ ഓരോരോ സ്റ്റേഷനിൽ മാറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ആക്ച്വലി സ്റ്റുട്ട്ഗാർട്ട് എത്തിയിട്ടുണ്ട്. സ്റ്റുട്ട്ഗാർട്ടാണ് ഞങ്ങളുടെ മെയിൻ ഒരു സ്റ്റോപ്പ്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വേറൊരു ട്രെയിനിൽ കയറുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് ആക്ച്വലി ഇത് കൂടെ നടന്ന് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ ആ ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാസ്റ്റായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ. അജി യൂഷ്വലി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടാണ് നടക്കുക. ഞാനെപ്പോഴും ഓടിയിട്ട് വെച്ചിട്ട് പിന്നാലെയാണ് പോകാറുള്ളത്. സോ നമ്മൾ ഓൾറെഡി സ്റ്റുട്ട്ഗാർട്ടിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, ബാനോഫ്. ഓക്കെ, അപ്പോൾ ആ ബാനോഫിലാണ് ഉള്ളത്. നമ്മളെ ട്രെയിന് കിട്ടാനായിട്ട് നോക്കിക്കൊണ്ട് നടക്കുക. അപ്പോൾ സ്റ്റുട്ട്ഗാർട്ട് ബാനോഫിൽ നിന്ന് സിംഗൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലോട്ടാണ് ആദ്യം പോകേണ്ടത്. അവിടുന്ന് പിന്നെയും വേറെ ട്രെയിൻ പിടിക്കണം. ഈ സിംഗൻ എന്ന് പറയുന്നത് ബേസിക്കലി എൻ്റെ ഓഫീസിൻ്റെ അടുത്താണ്. എൻ്റെ ഓഫീസ് ആക്ച്വലി ഓൾമോസ്റ്റ് കുറച്ചുകൂടെ ഈസിയാണ് സ്വിറ്റ്സർലാൻഡിലോട്ട് പോകാനായിട്ട്. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ബോർഡർ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതാണ് സിംഗനിലോട്ട് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. നിങ്ങൾക്ക് ഇവിടുത്തെ ട്രെയിനും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എക്സ്പീരിയൻസൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ബേസിക്കലി ഷൂട്ട് ചെയ്തത് തന്നെ. അപ്പോൾ താഴത്ത് വേണമെങ്കിൽ താഴത്തിരിക്കാം, മുകളിൽ വേണമെങ്കിൽ ഇരിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മളെ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. ആക്ച്വലി ആ ബാഗ് അവിടെ വെച്ചിട്ട് നമ്മളിവിടെ ഇരുന്നാലും നമ്മൾ വിചാരിക്കും, നാട്ടിൽ നമുക്ക് ആ ഒരു സ്ട്രെസ് ഉണ്ടാവില്ലേ, അയ്യോ എൻ്റെ ബാഗ് ആരെങ്കിലും കൊണ്ടുപോകും എന്നുള്ള സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനത്തെ ഒരു സ്ട്രെസ്സേ വേണ്ട, ഭയങ്കര സേഫായിരിക്കും. അപ്പോൾ ട്രെയിനൊക്കെ പിടിച്ചതിൻ്റെ ഓട്ടത്തിൻ്റെ ഒക്കെ ക്ഷീണമാണ് കാണുന്നത്. അപ്പോൾ സ്യൂരിക്കിലോട്ടുള്ള ട്രെയിനായിരുന്നു ബേസിക്കലി അത്. അപ്പോൾ നമ്മുടെ യാത്ര ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ബേസിക്കലി സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടേക്ക് പോകുന്നതിൻ്റെ ഒരു ജസ്റ്റ് പുറത്തോട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. നല്ല ഒരു വെതറായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അജി അടുത്ത സിംഗനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് അടുത്ത ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ പണികൾ നടക്കുകയാണ്. അതിൻ്റെ ഒരു വ്യൂവും ഡിഫറെൻ്റ് ആയിട്ടാണുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് കാണാം, കുറച്ച് നേരത്തെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ആൾക്കാർ കുറവൊക്കെ ആയിരുന്നു. അത്ര റഷ് അല്ലായിരുന്നു അന്നത്തെ ഡേ ആക്ച്വലി.
അപ്പോൾ ഇപ്പം നോക്കി നോക്കൂ, നിങ്ങൾ കാണുന്നത് സ്വിറ്റ്സർലാൻഡിലോ ഉള്ള ട്രെയിനാണ്. SBB എന്ന് കണ്ടില്ലേ, അതുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് ഓപ്പൺ ആവണ ഒരു സെറ്റപ്പാണ്. അങ്ങനെ ഞാൻ തണുപ്പാവുന്നൊക്കെ പറഞ്ഞ് ജാക്കറ്റൊക്കെ എടുത്ത് വലിയ കാര്യത്തിൽ വന്നതാണ്. പക്ഷേ ഗൈസ് മൂഞ്ചിച്ചു. അതുകൊണ്ട് ആ ജാക്കറ്റൊക്കെ അജിക്ക് നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. അജി അത് പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സിംഗന്ന് ഷാഫോസനിൽ ഓൾറെഡി ട്രെയിന് കയറി. ഷാഫോസനിന്ന് നോയ്ഹോസൻ റൈൻഫോളിലാണ് ശരിക്കും ഇറങ്ങേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് ഈ കാണുന്ന നടക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ഒരു വ്യൂ കിട്ടാനും വേണ്ടിയിട്ട് ഞങ്ങൾ നോയ്ഹോസനിലാണ് ഇറങ്ങിയത്. അങ്ങനെ ആക്ച്വലി ഞങ്ങളുടെ കൂടെ ഈ സമയത്ത് പ്രവീണും അനു വേണ്ടതായിരുന്നു. ബട്ട് ദേ മിസ് ദെയർ ട്രെയിൻ. അവർക്കെന്തോ അന്ന് സാറ്റർഡേ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഡേയിൽ അവർക്ക് വിചാരിച്ച പോലെ അവരുടെ കണക്ഷൻസ് കിട്ടിയില്ല തോന്നുന്നുണ്ട്. അപ്പം മിസ്സായി. ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ ആക്ച്വലി ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് റീചാർജ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഫോർ 1 ഡേ റൈറ്റ്. അപ്പോൾ ഒരു 1 ഡേക്ക് വേണ്ടിയിട്ട് അത് റീചാർജ് ചെയ്തിട്ട് ഇറ്റ്സ് നോട്ട് വർത്ത്. അപ്പോൾ ഞങ്ങൾ ആകെ സ്റ്റക്കായി. കാരണം വിളിക്കാനൊന്നൊരു ഓപ്ഷൻ ഇല്ലാതെ, അവരെ കാണാതെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ഇവിടെ കാണുന്ന വ്യൂ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ച് റെക്കോർഡൊക്കെ ചെയ്ത് പതിയെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗൈസ്, ഞങ്ങൾ ഓൾമോസ്റ്റ് എൻഡാവുമ്പോഴായിരിക്കും നമ്മളുടെ കപ്പിൾസിനെ കാണുക, പ്രവീണിനെ അനിയനെ കാണുക. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ വ്യൂ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവാം ഞാൻ എന്തുകൊണ്ടാണ് മാർച്ച് സജസ്റ്റ് ചെയ്യാതെ ഇരുന്നതെന്ന്. ബിക്കോസ് സി ദ വാട്ടർ ലെവൽ, ഇവിടുന്ന് വാട്ടർ ലെവൽ ഓൾറെഡി കുറവാണുള്ളത്. പക്ഷേ നല്ല ഭംഗിയില്ല ഇവിടുത്തെ ഈ വ്യൂ ഒക്കെ കാണാനായിട്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ബിയർ കുപ്പിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വെറുതെ ചുമ്മാ കളയണ്ട, വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കാം. അങ്ങനെ ഇവിടുത്തെ ഓൾമോസ്റ്റ് നോക്കി നോക്കും, താഴത്ത് എല്ലാ ഭാഗങ്ങളും നമുക്ക് ആ കല്ലൊക്കെ ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇവിടെയൊക്കെ ആ ഒരു സ്പ്രിങ് തുടങ്ങിയതിൻ്റെ ആ പൂക്കളും അതൊക്കെ ആ ഒരു സമയത്തുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് വാട്ടർ ലെവലൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഡേ ബെസ്റ്റായിരുന്നു. ബിക്കോസ് ഞങ്ങളെ സൂര്യഭഗവാൻ ഇങ്ങനെ നമിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. അങ്ങനെ പല പല ഡിഫറെൻറ്റ് ഫ്ലവേഴ്സൊക്കെ ഇനി കാണാൻ പറ്റും. ഇതൊക്കെ ആക്ച്വലി ഒരു ടൂറിസ്റ്റ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഏരിയയാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അപ്പോൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രത്യേക എന്താ പറയുക, അവിടുന്ന് ഡയറക്റ്റ് ഫിഷൊക്കെ പിടിച്ച് അങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാനും അങ്ങനെ എന്തൊക്കെയോ ഓരോ ഓപ്ഷൻസ് ഉണ്ട് തോന്നുന്നു. ഫിഷിങ് ചെയ്യാനായിട്ടും ലൈസൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചുമ്മാ അങ്ങ് പോയിട്ട് ഒരു ചൂണ്ടയിട്ടിട്ട് ഫിഷൊന്നും പിടിക്കാൻ പറ്റില്ല. പ്രോപ്പർ ഒരു ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്കൊക്കെ ചെയ്യാൻ പാടായിരിക്കും. നമ്മൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസും ആ ഒരു വ്യൂവും. സ്റ്റേ ഒക്കെ ചെയ്ത് മേ ബി വർക്കേഷനോ സ്റ്റേക്കേഷനോ ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. റിലാക്സ് ചെയ്ത് വാക്കിങ്ങും റണ്ണിങ്ങിനൊക്കെ പോകാൻ പറ്റിയൊരു ഏരിയ ആണ് ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അജി മുന്നിൽ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പതിയെ പതിയെ നടന്നു പോകുന്നുണ്ട്. എൻ്റെ കഴിവാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ചെടികളും പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയിൽ കൂടെ ഞാൻ അതും കുത്തി കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം ആക്ച്വലി അജി പറഞ്ഞിരുന്നത്, അജി മുന്നേ വന്നിരുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ കളർ തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ ആ പൂക്കളൊക്കെ നല്ല രസമില്ലേ കാണാനായിട്ട്. ഇത് ചുമ്മാ എൻ്റെ വെറും തോന്നിയാസം. അങ്ങനെ പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഫീലാണ് കാണുന്നത്. അത് ആക്ച്വലി ആ വിൻ്ററൊക്കെ കഴിഞ്ഞ് സ്പ്രിങ്ങിൻ്റെ ആ ഒരു ഇതായതുകൊണ്ടാണ്. അങ്ങനെ ഇതേ കണ്ടില്ലേ, ആൾക്കാർ ഇവിടുന്ന് ഫിഷൊക്കെ പിടിച്ച് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അവരുടെ ഫുഡിൻ്റെ സ്മെല്ല് വന്നപ്പോൾ എനിക്ക് അപ്പം തന്നെ ഫുഡ് കഴിക്കണം എന്ന് തോന്നി. അപ്പോൾ ഞങ്ങളുടെ ഫുഡും എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. തലേന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഫുഡ് കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത്. സോ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്
ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. വെള്ളത്തിൻ്റെ ലെവൽ കുറവാണെങ്കിലും ആ വെള്ളത്തിൻ്റെ കളേഴ്സിലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി കുറച്ച് സ്ലോ ആയിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിചാരിച്ച പോലെ അവരെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു സ്പോട്ടിലേക്ക് എത്തി. അവിടെയുള്ള ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നല്ല വെള്ളമുള്ള സമയത്ത് ആ പാറ കണ്ടില്ല ആ സെൻറ്ററിലുള്ളത്, അതൊക്കെ ശരിക്കും ഫുള്ളായിരിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഉള്ള ആ ഒരു വ്യൂ, ഓഗസ്റ്റ് ടൈമിലുള്ള ഒരു വ്യൂ എങ്ങനെയായിരുന്നു. അത്രയും വെള്ളം ഉണ്ടായിരുന്നു. പണ്ടെല്ലാം ഈ ലോക്ക് തൂക്കാനായിട്ട് ഓരോരോ പ്ലേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ എവിടെ പോയാലും ഒരു മുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ അപ്പം തൂക്കും അവിടെ. അങ്ങനെ അപ്പോൾ നമ്മൾ മറ്റേ നോയ് ഹൗസ് ആൻഡ് റെയിൻഫോൾസ് എന്ന് പറഞ്ഞില്ലേ കുറച്ച് മുന്നേ, അവിടെ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആക്ച്വലി ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. നോക്കി നോക്കുക, അവിടെ വെള്ളത്തിൻ്റെ ലെവലൊക്കെ ഭയങ്കര കുറവാണ് ഗായ്സ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പക്ഷെ ഭയങ്കര വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ എന്നാലും വ്യൂവിന് കാണാൻ ഒരു ഭംഗിക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റേതായ ബ്യൂട്ടി ഉണ്ട്, പക്ഷെ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ രസമായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ആ കാണുന്നതാണ് ഒരു കാസിൽ, ഷ്ലോസ് എന്ന് പറയും ജർമ്മനിൽ. പിന്നെ ഞങ്ങൾ നടന്നിട്ട് വേറൊരു സ്പോട്ട് കാണാനായിട്ട് നടക്കുമായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ആ സൈഡത്തെ വ്യൂ കണ്ടിട്ട് അവരിങ്ങോട്ട് നടക്കുകയാണ്. നമ്മളെ ഓൾറെഡി ഇവിടെ നിന്ന് കണ്ടിട്ട് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ വഴിയും വരാം, പല സൈഡിൽ കൂടെ പല തരത്തിലായിട്ട് വരാം. നമുക്ക് സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓരോ സൈഡിൽ കൂടെ വരാനാണ് പറ്റും. ഞങ്ങൾ ആ റെയിൻഫോൾസ് മാത്രമായിട്ടല്ലേ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ പറയുകയാണെങ്കിൽ ആൾക്കാരുടെ എണ്ണവും കുറവായിരുന്നു അന്നത്തെ ആ ഒരു ദിവസത്തിൽ. കാരണം യൂഷ്വലി റെയിൻഫോൾസിൽ കുറച്ചുകൂടെ റഷായിരിക്കും. മേ ബി ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും മാർച്ചിൽ വാട്ടർ ലെവൽ കുറവായിരിക്കും എന്നുള്ളത്. ഓൾറെഡി ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ നമുക്ക് കുറച്ചധികം ഇന്ത്യൻസിനൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒത്തിരി വെള്ളത്തോടെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നത് വയനാട്ടിലെ ആ ദുരന്തം കഴിഞ്ഞ സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സൈഡിൽ പോയിട്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അയ്യോ ഇങ്ങനെ ആയിരിക്കില്ല അന്ന് ആൾക്കാർ ഫേസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ആ ഒരു രീതിയിൽ. അങ്ങനെയായിരുന്നു, അത്രയും കുത്തി ഒലിച്ചിട്ട് വെള്ളമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ കാണുമ്പോൾ നമുക്കൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഭയങ്കര ആ ഒരു സൗണ്ടും. പക്ഷെ ആ കാണാനുള്ള ഒരു ബ്യൂട്ടി ഉണ്ട്. പക്ഷെ ആ പോയ സമയം അന്ന് ആക്ച്വലി ആ വയനാട് നടന്ന ദുരന്ത സമയത്തിന് അത് കഴിഞ്ഞിട്ട് പോയതുകൊണ്ട് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ വെള്ളത്തിൻ്റെ കളർ നോക്കൂ, പിസ്ത കളറായിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. മൊത്തത്തിലൊരു ഡ്രൈ ഫീൽ തോന്നും പുറത്തേക്ക് നോക്കുമ്പോൾ. അത് ആ വിൻ്റർ കഴിഞ്ഞതിൻ്റെ മാത്രമാണ്. അങ്ങനെ വെള്ളത്തിൻ്റെ ലെവൽ തന്നെ വളരെ കുറവാണ്. ഈ ട്രെയിനൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഡെയിലി ഇത് കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും ഡെയിലി വ്യൂ ഒക്കെ കണ്ടുപോകാൻ. നോ ഗൈസ്, ഞങ്ങൾ 2 ദിവസം അടുപ്പിച്ച് തന്നെ നമ്മൾ വെള്ളം കാണുമ്പോൾ എല്ലാ സൈഡിലും ഒരു വെള്ളം മഞ്ഞ് ഒക്കെ കാണുമ്പോൾ അത്ര രസമൊന്നും ഉണ്ടാവില്ല. ഒരു ഫസ്റ്റ് ടൈം കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സൂര്യക്കിൽ പോയ സമയത്ത് അങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വാവ് എന്തായിരുന്നു ഭംഗി, എന്താ ഭംഗി എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ ദിവസം നടന്നിരുന്നത്. അപ്പോൾ ഫുൾ ഷൂട്ട് ചെയ്യലായിരുന്നു. 2ാമത്തെ ദിവസം ആയപ്പോഴേക്കും നമ്മൾ കുറച്ച് കുറഞ്ഞു തുടങ്ങി. കാരണം സെയിം റൊട്ടീൻ കാണുമ്പോൾ ആ ഒരു ഫീല് ചിലപ്പോൾ കുറവായിരിക്കും, അറിയില്ല എല്ലാവരുടെയും ചോയ്സ് എങ്ങനെയാണ്. എൻ്റെ അങ്ങനെയായിരുന്നു, എൻ്റെ അജിയുടെ ഏതാണ്ട് മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. മഞ്ഞും വെള്ളവും മാത്രം കാണുമ്പോൾ എപ്പോഴും ആ ഒരു വ്യൂ മാത്രമുള്ളപ്പോൾ അത്ര രസമൊന്നും ഉണ്ടാവില്ല. വെള്ളത്തിൻ്റെ ലെവലൊക്കെ കണ്ടില്ലേ. പക്ഷെ സ്കൈ നോക്കി നോക്കൂ, സ്കൈ ഫുൾ നല്ല സ്കൈ ആയിരുന്നു അന്നത്തത്. ലാസ്റ്റ് ടൈം പോയപ്പോൾ സ്കൈ ഫുൾ ഡാർക്കായിരുന്നു, ആ ഒരു ഗ്രേ കളറായിട്ടായിരുന്നു. ഇനി അപ്പോൾ ഗായ്സ് നിങ്ങൾ കുറച്ച് റെയിൻഫോൾസിൻ്റെ ആ ഒരു സീനിക് വ്യൂ കണ്ട് എൻജോയ് ചെയ്യൂ. അപ്പോൾ സ്റ്റേ ട്യൂൺ.
കപ്പിൾസിനെ കണ്ടത്. ഓൾമോസ്റ്റ് ആ ഒരു എൻഡ് വ്യൂവിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ. പക്ഷെ സ്റ്റിൽ ഞങ്ങൾ ഹാപ്പി ആയി, ബിക്കോസ് അറ്റ്ലീസ്റ്റ് റൈൻഫോൾസിലുള്ളപ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ. ബിക്കോസ് ഞങ്ങൾ 4 പേര് കൂടെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അന്നത്തെ ഡേ പ്ലാൻ ചെയ്തത്. പക്ഷേ എല്ലാം മിസ്സായി. അങ്ങനെ എടുത്തതായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്ന് ഞങ്ങൾ 2 കൂട്ടരും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുകയൊക്കെ ആയിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇരുന്ന് കഴിക്കുമ്പോൾ ഈ വെയിൽ മൊത്തം മുതിലോട്ട് അടിച്ചിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറേ ആൾക്കാർ ഈ വെയിൽ കൊണ്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി അവർക്ക് ആ കിട്ടണ വെയിൽ അവർ നന്നായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ആ ഒരു എൻഡ് വ്യൂവിൽ എത്താൻ തുടങ്ങി. എൻഡ് സീനിക് വ്യൂ കണ്ട് എൻജോയ് ചെയ്യൂ. ലാസ്റ്റ് ടൈം പോയതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടാം. നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ആ ഷോർട്ട് കാണണം, കമൻ്റ് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ട്രെയിന് പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഷാഫേഴ്സൺ വരെ ആയിരുന്നു ഞങ്ങളുടെ ഡോച്ച്ലാൻഡ് ടിക്കറ്റ് ശരിക്കും വർക്കാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടുള്ളതിൽ ടിക്കറ്റ് വേറെ എടുക്കണം. അതെടുക്കാൻ മറക്കരുത്. കാരണം പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അവർ പറയണ ഫൈന്, അതായത് 60 യൂറോയോ അങ്ങനെ എന്തൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം കൂടെ അവിടുത്തെ ഒരു സിറ്റി വ്യൂ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു സ്റ്റോപ്പ് അങ്ങോട്ട് നടന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ആ ഒരു കുറച്ച് ഭാഗം സിറ്റിയും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ബേസിക്കലി ഇഷ്ടമാതിരി സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന സ്ഥലത്തുനിന്ന് വേണമെങ്കിൽ ട്രെയിന് പിടിക്കാം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഒരു ഏരിയ ഇങ്ങനെ എപ്പോഴും നമ്മൾ വരുമ്പോൾ ഈ ഒരു റിലാക്സ്ഡ് ആയിട്ടൊന്നും ആവില്ല വരുന്നുണ്ടാവുക. ലാസ്റ്റ് ടൈം തന്നെ ഞങ്ങൾ മിഥു വന്നപ്പോൾ ഞങ്ങൾ കാറിലാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു വ്യൂ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവന് വേറെയും സ്ഥലങ്ങളും ഞങ്ങൾക്ക് അവനെ വേറെ സ്ഥലം കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വേറെ രീതിയിലായിരുന്നു ഫുൾ പ്ലാൻ ചെയ്ത് വന്നത്. അപ്പോൾ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ പ്ലാനൊക്കെ ചെയ്ത് വരിക. ഇത് ജസ്റ്റ് ഒരു വ്യൂ മാത്രമാണ് നിങ്ങൾ കണ്ടത്. ട്രെയിൻസൊക്കെ നോക്കി ഞങ്ങൾക്ക് അടുത്ത ട്രെയിനിന് സമയമുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് ആക്ച്വലി നടന്നത്. അപ്പോൾ ആ സിറ്റി വ്യൂ കിട്ടാനും കൂടെ ആയിട്ടായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്തത്. വേണമെങ്കിൽ ഇവിടുന്ന് ട്രെയിന് കയറിയിട്ട് പോവുകയും ചെയ്യാം. ഇവിടുന്ന് ശരിക്കും 15 മിനിറ്റ്സ് പോക്കാണ് ഉള്ളത്. അങ്ങനെ നടന്ന് ആക്ച്വലി ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റക്കായി. നമുക്ക് അറിയില്ലായിരുന്നു ഏത് സൈഡിലേക്കാണ് ശരിക്കും പോകേണ്ടത് എന്നുള്ളത്. പിന്നെ അജി ആൾക്കാരത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നു.
ലുക്കാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണ കണ്ടിട്ട് ഇയാൾ എനിക്ക് ഒരു ഹായ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. So that's all about our Rainfalls March 2025 vlog. Hope you guys liked it. Cheers!